പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൻ്റെ ദുരുപയോഗം എന്ന് പറയുന്ന ടൈറ്റിലേക്ക് എത്തിയതിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഈ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഒരർത്ഥത്തിൽ ഈ ചരിത്രത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന നിലയിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക വിശ്വാസം. അതായത് സാധാരണഗതിയിൽ ലോകോൽപ്പത്തി മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചുള്ള മതപരമായ വ്യാഖ്യാനങ്ങളിൽ വിശ്വസിക്കാത്ത, മറിച്ച് ഒരു ശാസ്ത്രീയവും അതുപോലെ തന്നെ ചരിത്രാത്മകവുമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് എൻ്റെ ഒരു പ്രാഥമിക വിശ്വാസം. ആ അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ആ അർത്ഥത്തിൽ നമ്മുടെ ശരിയും തെറ്റും എവിടെ നിന്ന് വരുന്നു എന്ന് പറയുന്ന ക്വസ്റ്റ്യനാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ശരിയും തെറ്റും നിർണ്ണയിക്കുന്നത് എവിടെയാണ് എന്ന് പറഞ്ഞാൽ, ഒരാൾക്കൊരു കാര്യം, ഒരാളുടെ ജീവിതത്തിൽ ഒരു കാര്യം മുന്നിൽ സംഭവിക്കുമ്പോൾ ഈ ശരിയും തെറ്റും എന്നത് എന്താണെന്ന് നമുക്ക് റെഫറൻസ് ലൈബ്രറിയിലേക്കോ ഗൂഗിളിലേക്കോ ഒന്നും പോകാൻ നേരം ഉണ്ടാവില്ല. അത് സഹജമായി തീരുമാനിക്കുന്നതാണ്. ഈ സഹജമായി തീരുമാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ആ തീരുമാനം എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തി എന്തായിരിക്കണം? അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ശക്തിയാണ്, അത് ചരിത്രപരമായിട്ടുള്ള ശക്തിയാണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ചിരിച്ചാൽ നിങ്ങളോടുള്ള സൗഹൃദത്തിൻ്റെ അടയാളമാണെന്ന് നമ്മൾ തമ്മിലുള്ള ഒരു പറയപ്പെടാത്ത ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്താണിത് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഭാഷ എന്ന് പറയുന്നത് അത്തരത്തിലാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഒരു മിനിമം കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നടക്കും. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു 100 രൂപ കൊടുത്ത് സാധനം വാങ്ങുമ്പോൾ 60 രൂപയായി ബാക്കി 40 തരുമ്പോൾ, ഇത് കടലാസ് കഷ്ണമാണ്, ഇതുമ്മേ വരച്ചു വെച്ചിട്ടുള്ള ഒരു ചിത്രം വരച്ചിട്ടുള്ള കടലാസ് കഷ്ണമാണ്, ഇതിലെന്താണ് മൂല്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഭൗതിക അർത്ഥത്തിൽ അതിന് മൂല്യമൊന്നുമില്ല. പക്ഷേ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുമ്പോൾ അതിന് മൂല്യം വരുന്നു. കാരണം റിസർവ് ബാങ്ക് ഗവർണർ അതിൽ ഒപ്പിട്ടിട്ടുണ്ട്, ഇതിന് 100 രൂപയുടെ മൂല്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ചില എഗ്രിമെൻറ്റിലാണ് നമ്മൾ, ഹിസ്റ്റോറിക്കൽ എഗ്രിമെൻറ്റ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഹിസ്റ്റോറിക്കൽ എഗ്രിമെൻറ്റ്സിനെ നമുക്ക് നമ്മുടെ സാമൂഹ്യ ഘടന എന്ന് വിളിക്കാം. അപ്പോൾ ഈ എഗ്രിമെൻറ്റ്സിൻ്റെ ക്ലാഷ് നടക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമൂഹത്തിൽ ഈ ഒരു ആധുനികമായ എഗ്രിമെൻറ്റ്സും മറ്റെവിടെ നിന്നെങ്കിലും സ്വരൂപിച്ച നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എഗ്രിമെൻറ്റ്സും തമ്മിൽ വലിയ സംഘർഷം പലപ്പോഴും നടക്കും. ഈ സാമൂഹ്യ സംഘർഷം ഇന്ത്യയിൽ എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും, ചരിത്രത്തിലോട്ടനീളം കാണാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം പഞ്ചമി എന്ന് പറയുന്ന കുട്ടിയെ അയ്യങ്കാളി സ്കൂളിൽ ചേർത്ത കഥ എല്ലാവരും പറയാറുണ്ട്, അല്ലേ? ഉരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ ചേർക്കുന്നു, സ്കൂൾ കത്തിച്ച് കളയുന്നു. അപ്പോൾ അത് കത്തിച്ച് കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല ആളുകളും വിചാരിക്കുന്നത് അത് നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ നിയമം സവർണർക്ക് അനുകൂലമായ നിയമമാണ് തിരുവിതാംകൂറിലുള്ളത്. അത് ലംഘിച്ചതുകൊണ്ട് ആ നിയമവിരുദ്ധമായ, അല്ലെങ്കിൽ ആ പ്രവൃത്തി നിയമവിരുദ്ധമാവുന്നത് നിലവിലിരിക്കുന്ന നിയമത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെയാണ്. അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കുന്നത്. തിരുവിതാംകൂർ ഗവൺമെൻറ് ആ കാലത്ത് ദളിത് സ്ത്രീക്ക് സ്കൂൾ പ്രവേശനം അനുവദിച്ച നിയമം നിലവിലുണ്ട്. നിയമം നിലവിലുണ്ടായിട്ടും 2-3 വർഷത്തേക്ക് ഒരു ദളിത് പെൺകുട്ടിയും സ്കൂളിലെത്തുന്നില്ല, ഒരു സവർണരും വിളിച്ച് കയറ്റുന്നുമില്ല, ഇവിടെ പോയി പഠിക്കുന്നു പറയുന്നുമില്ല. എന്ന് പറഞ്ഞാൽ നിയമം ആരുടെ കൂടെയാണ്? നിയമം അന്ന് അയ്യങ്കാളിയുടെ കൂടെയാണ്. നിയമം നടപ്പാക്കാണ് അയ്യങ്കാളി ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള അനുവാദം ഉണ്ടായിട്ട് പോലും ഇവിടെ ഈ വിദ്യാലയത്തിൽ പഞ്ചമിക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അംബേദ്കർ ആദ്യമായിട്ട് രംഗത്ത് വരുന്ന ഈ വലിയ തരത്തിൽ അംബേദ്കറെ ഇന്ത്യയിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് കൊങ്കണിലെ മഹാഡിൽ അദ്ദേഹം നടത്തുന്ന ഒരു വലിയ സത്യാഗ്രഹത്തോടു കൂടിയിട്ടാണ്. അവിടെയും പ്രശ്നം ഇതാണ്. ഈ കൊങ്കൺ പ്രദേശത്തെ മഹാഡ് എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റി ആ കാലത്ത് വലിയ ഒരർത്ഥത്തിൽ ആ കാലത്ത് ബ്രിട്ടീഷുകാർ ഈ 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയിൽ വലിയ കലാപം ഉണ്ടാക്കുന്ന ഭയന്നിട്ട് ഇന്ത്യക്കാർക്ക് ചെറിയ ചെറിയ അധികാരങ്ങൾ കൊടുത്തു തുടങ്ങി. എന്ന് പറഞ്ഞാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാനുള്ള ജനാധിപത്യത്തിൻ്റെ ഒരു ലാഞ്ചനയുള്ള ചില കാര്യങ്ങൾ ഇന്ത്യക്കാർക്ക് നൽകി തുടങ്ങി. അല്ലെങ്കിൽ ഈ പ്രതിഷേധം ഇങ്ങനെ വീണ്ടും അത് പൊട്ടിപ്പുറപ്പെടും. അത് ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള ആ രാജ്യത്തെ കലാപ കലുഷിതാക്കുന്നൊക്കെ കണ്ടിട്ടാണ്
ഇവർ പല പരിഷ്കരണങ്ങളും കൊണ്ടുവരുന്നത്. ചരിത്രത്തിൽ നോക്കിയാൽ മോർലി മിൻറ്റോ പരിഷ്കാരം, മൊണ്ടാഗു ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പരിഷ്കരണത്തിൻ്റെയൊക്കെ ഫലമായിട്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യക്കാർക്ക് നിൽക്കാനുള്ള, ഇന്ത്യക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് മഹാട് മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ടൊരു കൗൺസിൽ രൂപീകരിക്കുന്നു. ജനകീയ കൗൺസിൽ, തിരഞ്ഞെടുക്കപ്പെട്ട ജനകീയ കൗൺസിൽ രൂപീകരിക്കുന്നു. അവർ പുരോഗമനകാരികളായതുകൊണ്ട് അവർ പറഞ്ഞു, ഈ മഹാട് മുനിസിപ്പാലിറ്റിയിലെ ചൗദാർ തടാകം എന്ന് പറയുന്ന തടാകത്തിൽ നിന്ന് സവർണർക്ക് മാത്രമേ ഇപ്പോൾ വെള്ളം എടുക്കാനുള്ള അവകാശമുള്ളൂ, അത് ദളിതർക്ക് കൂടി തുറന്നു കൊടുക്കുകയാണെന്ന് പറയുന്ന തീരുമാനം എടുക്കുകയാണ്. ഇവിടെ സംഭവിച്ച പോലെ തന്നെ കേരളത്തിൽ ഈ അയ്യങ്കാളിയുടെ കേസിൽ സംഭവിച്ച പോലെ തന്നെ ഒരു ദളിതനും ഈ നിയമം വന്നിട്ടും ചൗദാർ തടാകത്തിൽ ഇറങ്ങിയിട്ട് വെള്ളം എടുക്കാൻ തുനിയുന്നില്ല. ആരും ഈ പറയുന്ന സവർണരിൽ ആരും ഇവരെ വിളിച്ചുകൊണ്ട് വന്ന് ദാ നിയമം നിങ്ങൾക്ക് അനുകൂലമായി, ഇതാ അവിടെ നിന്ന് വെള്ളം എടുത്തോളൂ എന്ന് പറയുന്നുമില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അംബേദ്കർ അമേരിക്കയിൽ നിന്ന് വരുന്നത്. ബഹിഷ്കൃത ഹിതകരണ്യ സഭ എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കുന്നത്. ആ സംഘടന ദളിതരെ മാത്രമായിരുന്നില്ല, ദളിത് കോസിനോട് ഐക്യപ്പെടുന്ന ആളുകളും ആ സംഘടനയിലെ അംഗങ്ങളായിരുന്നു. അവരാണ് ഇത് ഈ സമരമാർഗം മുന്നോട്ട് വയ്ക്കുന്നത്. എ വി ചിത്രയെന്ന് പറയുന്ന ആളാണ്, കായസ്ഥനായിട്ടുള്ള എ വി ചിത്രയാണ് ആദ്യം ഈ ചൗദാർ തടാകത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ജാഥയായിട്ട് പോയിട്ട് വെള്ളം എടുക്കാമെന്നുള്ള നിർദ്ദേശം വയ്ക്കുന്നത്. അങ്ങനെയാണ് 1927 മാർച്ചിൽ അദ്ദേഹം ഈ തടാകത്തിലേക്ക് മാർച്ച് ചെയ്യുകയും അവിടുന്ന് ഒരു കുമ്പിൾ വെള്ളം കുടിക്കുകയും ചെയ്യുന്നത്. അതാണ് വലിയ തരത്തിൽ അംബേദ്കർക്ക് ഒരു പബ്ലിക് അപ്പിയറൻസ് ഉണ്ടാവുന്നത്. അവിടെ വെച്ച് തന്നെയാണ് ദളിത് സ്ത്രീകളോട് സാരി ഉടുക്കാനുള്ള പ്രസംഗം അംബേദ്കർ നടത്തുന്നതും. അതുവരെ മുട്ടിന് മുകളിൽ നിൽക്കുന്ന മുണ്ടായിരുന്നു അവർ ഉടുത്തിരുന്നത്. പകരം സാരി എന്ന് പറയുന്ന ഒരുപക്ഷെ സവർണ വിഭാഗക്കാർ ഉടുത്തിരുന്ന വസ്ത്രം തന്നെ നമ്മളും അത് സ്വീകരിക്കണം എന്ന് പറയുന്ന പ്രസംഗമൊക്കെ നടത്തുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ പിറ്റേ ദിവസം ഈ ബ്രാഹ്മണർ വന്നിട്ട് 1000 കുടങ്ങളായിട്ട് വന്നിട്ട് ഈ തടാകത്തിലെ വെള്ളം ശുദ്ധീകരിക്കുക, ദളിതൻ തൊട്ടു എന്ന് പറയുന്നത്. അപ്പം നിയമം ദളിതൻ അനുകൂലമാണ് കേട്ടോ, അത് ഓർക്കണം നമ്മൾ. ഈ സവർണർ 1000 കുടങ്ങളായി വന്നിട്ട് ഈ ചൗദാർ തടാകം, ചൗദാർ ജലസംഭരണി ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം അവർ കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയപ്പോൾ അംബേദ്കർക്ക് പിറ്റേ ദിവസം വീണ്ടും ഈ സമരമാർഗം ചെയ്യാൻ പറ്റാതായി. ആ തടാകത്തിൻ്റെ അടുത്തേക്ക് പോവാൻ നിയമപരമായിട്ടുള്ള തടസ്സം നേരിട്ടു. അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഇത് തടാകത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭവത്തിൻ്റെയോ ഒന്നും പ്രശ്നമല്ല, ഇത് ജാതിയുടെ പ്രശ്നമാണ്. ഈ ജാതി ഉണ്ടാക്കുന്ന ഈ മനുവാദം എന്ന് പറയുന്നത്, ഈ മനുസ്മൃതി എന്ന് പറയുന്നത് കത്തിക്കുക എന്ന് പറയുന്ന, മനുസ്മൃതി കത്തിക്കുന്ന പ്രക്ഷോഭത്തിലേക്ക് അദ്ദേഹം പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടം ഒരു നിയമം ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ത്യയിലെ ജീവിതമോ സ്ഥിതിഗതികളോ മാറുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ വയ്യ. അതേസമയം സ്റ്റേറ്റിൻ്റെ ഒരു വലിയ റോളുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് വേഴ്സസ് സൊസൈറ്റി എന്ന് പറയുന്നത് മറ്റ് സമൂഹങ്ങളിലേക്കാൾ അധികം ഇന്ത്യയിൽ അത് വലിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം നിലനിന്നിരുന്നു എന്നുള്ളത് നമ്മൾ കാണണം. ഇപ്പോൾ ഈ സ്റ്റേറ്റ് വേഴ്സസ് സൊസൈറ്റി, ഇപ്പം തിലകൊക്കെ അതാണ് ഉപയോഗിച്ചത്. തിലകൊക്കെ തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ ഈ സ്റ്റേറ്റ് സമുദായത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തിയറിയാണ് മുന്നോട്ട് വെച്ചത്. ഒരു മതകാര്യങ്ങളിൽ, സമുദായ കാര്യങ്ങളിൽ സ്റ്റേറ്റിന് ഇടപെടാൻ പാടില്ല. ആ സ്റ്റേറ്റ് ഇടപെടുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു സംഗതി വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഇന്ത്യൻ ചരിത്രത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ ഈ സംഘർഷത്തിനെ ഉപയോഗിച്ചവരുണ്ട്. ഇപ്പോൾ ഗാന്ധിയൊക്കെ അതിൽ കയറി ഉപയോഗിച്ച ആൾക്കാരാണ്. ഈ പറയുന്ന ഈ സംഘർഷത്തിനെ തനിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുത്ത ആൾക്കാരാണ്. അപ്പോൾ ഈ കാര്യത്തിന് ഇക്കാലത്ത് എന്താണ് സംഭവിക്കുന്നതെന്നാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഈ കാലത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പ്രക്രിയയിൽ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു സംഘർഷം എങ്ങനെയാണ് തുടരുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മറ്റൊരു തരത്തിൽ നമ്മളൊക്കെ പറയുന്ന കൂടുതൽ സമത്വമുള്ള, കൂടുതൽ ഇക്വാളിറ്റിയുള്ള, കൂടുതൽ ഒരർത്ഥത്തിൽ വികേന്ദ്രീകരിക്കപ്പെട്ട, ഈ അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ട ഒരിടം എന്ന് പറയുന്ന നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ഒരാശയം, ഒരാധുനിക ആശയത്തിന് പ്രവർത്തിക്കാനുള്ള വഴി ഒരുങ്ങുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാംസ്കാരികമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ.
അത് മുമ്പത്തേക്കാൾ പ്രാധാന്യം ഇപ്പോഴുണ്ട്. ഈ നവോത്ഥാന കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നവോത്ഥാനത്തിൻ്റെ കാലത്താണ് ജാതിക്കെതിരെ വലിയ കലാപങ്ങൾ ഉണ്ടായത്. വലിയ തരത്തിലുള്ള ഇപ്പം ഒരർത്ഥത്തിൽ സൈദ്ധാന്തികപരമായിട്ടും പ്രായോഗികപരമായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ കാലം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പാണെന്ന് നമ്മൾ ഓർക്കണം. സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വെച്ച ജനാധിപത്യ മൂല്യങ്ങൾ മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നവോത്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ലിബർട്ടി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം എന്ന് പറയുന്ന ആശയങ്ങൾ ഇവർ വഴി ആ മൂല്യങ്ങൾ എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഒരു സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന ആശയങ്ങളല്ല, മറിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ ഈ ആശയങ്ങൾ നവോത്ഥാന പ്രവർത്തനങ്ങൾ വഴി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ, ഒരു ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം ഈ ആശയങ്ങൾ ഉറക്കെ പറയാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കാത്ത വിധത്തിലുള്ളൊരു പരിമിതി രൂപപ്പെട്ടതെങ്ങനെ എന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഡെമോക്രസി പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഈ നാരായണ ഗുരുവിൻ്റെയോ അയ്യങ്കാളിയുടെയോ പൊയ്കയിൽ യോഹന്നാൻ്റെയോ അല്ലെങ്കിൽ അപ്പുറത്ത് മഹാത്മാ ഫൂലെയുടെയോ അംബേദ്കറുടെയോ ഒക്കെ ആശയങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഇന്ത്യയിൽ, അതിനേക്കാൾ സ്വതന്ത്ര ഇന്ത്യക്ക് മുമ്പ് അവരൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് ഇവരൊക്കെ മാർജിനലൈസ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവിടെ നിന്ന് അവർ പ്രവർത്തിച്ച ആ ശക്തി പോലും സ്വതന്ത്ര ഇന്ത്യയിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആ നമ്മുടെ ഒരർത്ഥത്തിൽ വൈരുദ്ധ്യത്തിൽ നിന്ന് വേണം നമ്മുടെ എല്ലാ സാമൂഹ്യാലോചനയും തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഈ ശക്തി കുറഞ്ഞത്? നമുക്ക് ആശയങ്ങൾ വിതരണം ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഒരുപാട് തരത്തിൽ കോമൺ സെൻസിൽ ഇടപെടാനുള്ള, പണ്ടത്തെക്കാളും ഇവരൊക്കെ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വേണ്ടത്ര വിനിമയ സംവിധാനം ഇല്ല, അല്ല, വലിയ സമരങ്ങൾ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ 603 ദിവസം നിന്നത്, 603 ദിവസം സമരം ചെയ്തു. എന്തിന്? വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് അങ്ങനെ 603 ദിവസം പോയിട്ട് ഒരു 10 ദിവസം നിലനിൽക്കുന്ന ഒരു സമരത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റൂ? എന്തുകൊണ്ടാണ് നമ്മുടെ ആ ശക്തി? ഒരു ജനാധിപത്യം ഇല്ലാതിരുന്ന സ്ഥലത്ത്, അതായത് നാട്ടുരാജ്യമായിരുന്ന തിരുവിതാംകൂറിൽ, രാജാവ് ഭരിച്ചിരുന്ന തിരുവിതാംകൂറിൽ 603 ദിവസം സമരം ചെയ്യുക. സ്വതന്ത്ര ഇന്ത്യയിൽ 19(1) വകുപ്പ് പ്രകാരം അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ നമുക്ക് ഒരു 10 ദിവസം പോലും സമരം ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മാറിപ്പോയി. ഈ ക്വസ്റ്റ്യൻ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ സാമൂഹ്യ പുരോഗതിക്കും സാംസ്കാരിക പുരോഗതിക്കും ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഭാവിയിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് അഡ്രസ്സ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു കാര്യം ആയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ എലക്ഷൻ പൊളിറ്റിക്സാണ് 51-52 തൊട്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. എലക്ഷൻ പൊളിറ്റിക്സ് ജനാധിപത്യത്തിനെ എലക്ഷൻ പൊളിറ്റിക്സുമായിട്ട് സമീകരിച്ച് കണ്ടതോടെ, എലക്ഷൻ പൊളിറ്റിക്സ് സമം ജനാധിപത്യം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മുടെ അബോധത്തിൽ രൂപപ്പെട്ടതോടെ യഥാർത്ഥത്തിൽ ഈ സമരങ്ങൾക്കൊക്കെ ശക്തി കുറയാണ് ഉണ്ടായത്. കാരണം ശ്രീനാരായണ ഗുരുവിന് ഇലക്ഷൻ നിന്നിട്ട് ഒരു പവർ നേടിയെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നവോത്ഥാന നായകർക്കൊന്നും അവർക്ക് അധികാരം പങ്കിടുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭൗതികാധികാരം, മെറ്റീരിയൽ പവർ പങ്കിടുക എന്ന് പറയുന്ന യാതൊരു ഒരു കാര്യം അവരെ മുന്നിലില്ല. അതുകൊണ്ട് അവർക്ക് സത്യം എന്ന് പറയുന്ന കാര്യങ്ങൾ തുറന്നു പറയാം. അവർക്ക് അവരുടെ കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എലക്ഷൻ പൊളിറ്റിക്സ് വന്നതോടുകൂടിയിട്ട് ഇന്ത്യയിൽ സംഭവിച്ചത്, ഈ പറയുന്ന ജാതി മത ശ്രേണി ഉള്ള ഒരു ഇന്ത്യയിൽ ഇതെല്ലാം ചെറിയ ചെറിയ വോട്ട് ബാങ്കുകളായിട്ട് എലക്ഷനെ നിയന്ത്രിക്കാവുന്ന ഒരു ശക്തമായ ഒരു കൂട്ടമായിട്ട് ഇവർ മാറാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ, ജനാധിപത്യം എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നുണ്ട്, എലക്ഷൻ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഈ പറഞ്ഞ മാതിരി ഒരുപാട് അതിനെതിരെ ഇപ്പം രാഹുൽ ഗാന്ധിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇതൊക്കെ നിലനിൽക്കെ തന്നെ ഇന്ത്യയിൽ ഒരു എലക്ഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ ടെക്നിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതെങ്ങനെ അട്ടിമറിക്കുന്നു എന്നൊക്കെ ഉള്ളത് അതർ സൈഡ്, അതിലേക്ക് നമുക്ക് ഇപ്പം പോകേണ്ട കാര്യമില്ല. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണെങ്കിൽ നമ്മുടെ ഒരു ടോക്കിൻ്റെ പ്രശ്നമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല.
അപ്പോൾ ഈ ഈ ഈ സംഗതി വന്നപ്പോൾ അത് ഇന്ത്യയിലെ യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങളുടെ മൂർച്ച കുറയാൻ തുടങ്ങി. ഇത് അംബേദ്കർക്ക് അറിയാമായിരുന്നു. അംബേദ്കർ അസംബ്ലിയിൽ ഭരണഘടന ഇങ്ങനെ സമർപ്പിക്കുന്ന അന്തിമ പ്രസംഗമായിട്ട് ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 50-51 ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നത് ഇന്ത്യയിൽ, 51-52. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 50 49 നവംബർ 26 ആയപ്പോഴേക്കും ഈ അന്തിമമായിട്ടുള്ള ഭരണഘടനയുടെ പ്രതിയായി അത് സമർപ്പിച്ചു. 50 ജനുവരി 26 അത് റിപ്പബ്ലിക്കായി, അത് പ്രായോഗികമാക്കി. ഒരർത്ഥത്തിൽ ഇന്ത്യ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറി. അപ്പോൾ അംബേദ്കർ പ്രസംഗിക്കുന്നത്, ആ സമ്മേളനത്തിൽ അംബേദ്കർ പ്രസംഗിക്കുന്നത്, നാളെ മുതൽ നമ്മൾ ഇന്നലെ വരെ നമുക്കില്ലാത്തൊരു സ്ഥലത്താണ് ജീവിക്കാൻ പോകുന്നത്. കാരണം ഇന്നലെ വരെ എവിടെയായിരുന്നു നമ്മൾ? ഒന്നുകിൽ ബ്രിട്ടീഷ് അധിനിവേശ പ്രദേശങ്ങളിൽ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന പ്രദേശങ്ങൾ, മലബാർ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ബോംബെ പ്രൊവിൻസ് ആയിക്കൊള്ളട്ടെ, സെൻട്രൽ പ്രൊവിൻസ് ആയിക്കൊള്ളട്ടെ, യുണൈറ്റഡ് പ്രൊവിൻസസ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന ഒട്ടുമുക്കാലും ഇന്ത്യയിലെ ആ സ്ഥലങ്ങളിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അവിടെ ബ്രിട്ടീഷ് വൈദേശിക അധിനിവേശമാണ്, വൈദേശികമായിട്ടുള്ള ഭരണാധികാരികളാണ് യഥാർത്ഥ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. ഇപ്പുറത്ത് പ്രിൻസിലി സ്റ്റേറ്റ് 500-600 നാട്ടുരാജ്യങ്ങൾ, ചെറിയ ചെറിയ തിരുവിതാംകൂർ പോലെ, കൊച്ചി പോലെ വളരെ ചെറിയ രാജ്യങ്ങൾ, ഇങ്ങനെ ഒരു 10-600 നാട്ടുരാജ്യങ്ങൾ. അവിടെ രാജാവും പരിവാരങ്ങളും ചേർന്നിട്ടാണ് സാമൂഹ്യ ജീവിതത്തെ നിർണ്ണയിക്കുന്ന നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ അടുത്ത സുപ്രഭാതത്തിൽ ഒരു ജനാധിപത്യ ഇന്ത്യയിലേക്ക് കാലുവയ്ക്കുകയാണ്. ജനാധിപത്യ ഇന്ത്യയിലേക്ക് കാലുവയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ജനാധിപത്യം എന്ന് പറയുന്നത് ഇലക്ഷനാണെന്ന്. ഇലക്ഷനിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കുന്നു, അവർ കൂടുതൽ വോട്ട് കിട്ടുന്ന കക്ഷി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയൊക്കെ ആവുന്നു, അല്ലെങ്കിൽ അധികാരം കൈയാളുന്നു. ഇത് ജനാധിപത്യത്തിൻ്റെ ഒഴിവാക്കാനാവാത്തൊരു പ്രോസസ്സാണ്. ജനാധിപത്യത്തിൽ നിന്ന് ഇത് എടുത്തു മാറ്റാൻ പറ്റില്ല. ഈ പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത്, ഈ ടെക്നിക്കൽ ഡെമോക്രസി എന്ന് പറയുന്നത് എടുത്തു മാറ്റാൻ പറ്റില്ല, അതതിൻ്റെ പാർട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ജനാധിപത്യം ഇതല്ല. എലക്ഷനും ഭൂരിപക്ഷവും അധികാരത്തിലേറലുമല്ല ജനാധിപത്യം. മറിച്ച് ജനാധിപത്യം എന്തെന്നാൽ ഇന്ത്യയിലെ സമൂഹത്തിൽ, ആ സമൂഹത്തിന് പ്രത്യേകതയുണ്ട്. അത് ശ്രേണീകൃത സമൂഹമാണ്, പലതരത്തിലുള്ള ശ്രേണീകൃത സമൂഹമാണ്. ഒരിടത്ത് ജാതി, ഒരിടത്ത് മതം, ഒരിടത്ത് ജെൻഡറിൻ്റെ പ്രശ്നങ്ങൾ, ഒരിടത്ത് പണത്തിൻ്റെ പ്രശ്നങ്ങൾ, പിന്നോക്കാവസ്ഥയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി തരത്തിൽ തട്ടായി കിടക്കുന്ന ഒരു സമൂഹത്തെ ഈ ഭരണഘടന മുന്നോട്ട് വെച്ച സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരന്തരം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുക എന്നതിനെയാണ് ജനാധിപത്യം എന്ന് വിളിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇന്ത്യൻ സമൂഹത്തിൽ ഇടപെടുന്നതിനെയും അതിനെ പരിണമിപ്പിക്കുന്നതിൻ്റെയും ചരിത്രമാണ് ജനാധിപത്യം. ആ പരിണാമം എന്ന് പറയുന്നത് ഈ 3 മൂല്യങ്ങളുടെ, ഈ ഈക്വാളിറ്റി, ഫ്രട്ടേണിറ്റി, ലിബർട്ടി എന്ന് പറയുന്ന 3 മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇങ്ങനെ ഈ പരിണാമത്തിൻ്റെ ഈ ദിശ എവിടെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, എവിടെങ്കിലും അത് നിലച്ചു എന്ന് വിചാരിക്കാം, നിലച്ചാലും മറ്റേ ഭാഗം പ്രവർത്തിക്കും. എലക്ഷൻ അപ്പോഴും ഉണ്ടാവും. സമൂഹത്തിൻ്റെ ഉള്ളിലെ പ്രോസസ്സ് നിന്നു, രാഷ്ട്രീയ പ്രോസസ്സ് നിന്നു, പക്ഷേ എലക്ഷൻ അപ്പോഴും ഉണ്ട്. 5 കൊല്ലം കഴിയുമ്പോൾ എലക്ഷൻ വരുന്നുണ്ട്, അതിൻ്റെ സാങ്കേതിക കാര്യങ്ങളുണ്ട്, വോട്ട് എണ്ണുന്നുണ്ട്, ഇന്ന കക്ഷി ജയിച്ചു എന്ന് പറയുന്നുണ്ട്, അധികാരത്തിൽ കയറുന്നുണ്ട്. എന്ത് സംഭവിക്കും? അംബേദ്കർ സൂചന നൽകിയത് ഇതാണ്. ആദ്യത്തെ പ്രോസസ്സ് നിന്ന് കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഫ്രെയിമിൽ കൂടെ ലോകത്ത് ഇതുവരെ കാണാത്ത സമഗ്രാധിപത്യം കയറി വരും, സമഗ്രാധിപത്യം കയറിയിരിക്കും. കാരണം എന്താ? നമ്മൾ നമ്മുടെ ജനാധിപത്യത്തെ വിലമതിക്കാത്ത വെറും എണ്ണങ്ങൾ മാത്രമാണ്. അങ്ങനെ ഈ പ്രോസസ്സ് നമ്മളുടെ ഉള്ളിൽ ജനാധിപത്യ പ്രോസസ്സ് നടക്കുന്നില്ല, നമ്മുടെ ചുറ്റും നടക്കുന്നില്ലെങ്കിൽ എന്താ? നമ്മൾ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും കൊടിയുടെ പിന്നിൽ പോകുന്ന ഒരെണ്ണം മാത്രമായിട്ട് മാറും. അവിടെ ആ തന്ത്രങ്ങളിൽ ഭൂരിപക്ഷം മെനയുന്ന ആളുകൾ കയറിയിരിക്കുകയും ചെയ്യും. ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കലായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററിയെ ദുരുപയോഗം ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാണ്. ഞാൻ അതിൻ്റെ ചില ഉദാഹരണങ്ങളിലേക്ക് പോവാം. ഇപ്പം നമ്മുടെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം പോലെയുള്ള ജനാധിപത്യത്തെ നിരാകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം തന്നെ. ബേസിക്കലി അത് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത, ബലിഷ്ഠതയെ അംഗീകരിക്കുന്ന, പല്ലുള്ളവന് മുന്നിൽ പല്ലില്ലാത്തവൻ കീഴടങ്ങും, ചലിക്കുന്നവർക്ക് മുമ്പിൽ നിശ്ചലരായവർ കീഴടങ്ങും,
എന്ന് പറയുന്ന കൈകളുള്ളവർക്ക് മുന്നിൽ കൈയില്ലാത്തവർ കീഴടക്കേണ്ടത് അത് ലോക നിയമമാണെന്ന് വിശ്വസിക്കുന്ന അത്തരം ഒരു പ്രസ്ഥാനം ആണ് ഇതെന്നെ മുഴുവൻ നിരാകരിക്കുന്ന സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ പ്രവർത്തിച്ച് ഫലപ്രദമായി അവർ അണിഞ്ഞ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മളെ കുറച്ച് സങ്കീർണമാണ്. എങ്ങനെയാണിത് സംഭവിച്ചതെന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന്, അതിനെ പൊതുവേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ നേരിടുന്നത് അതിനെ മനുവാദ ബ്രാഹ്മണിസമായിട്ട് എന്ന് പറഞ്ഞാൽ നവോത്ഥാനത്തിൽ അതിനെ കണ്ട പോലെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുവാദ ബ്രാഹ്മണിസമായിട്ട് അതിനെ നേരിടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രാഹ്മണിസമാണ്, ബ്രാഹ്മണിക് മൂല്യങ്ങളാണത് അത് കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മുമ്പേ ഉണ്ടായിരുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു മൂല്യസംഹിതയാണ് അതിൻ്റെ മൂല്യസംഹിത എന്ന് വിശ്വസിക്കുന്നു. ആ അർത്ഥത്തിൽ അതിനെ നേരിടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സംഗതിയെ നേരിടുമ്പോൾ നമ്മുടെ എതിരാളിക്ക് അനക്കമില്ല, അത് അവിടെ തന്നെ നിൽക്കുകയാണ്, നമ്മൾ പുരോഗമിക്കുന്നു എന്ന് പറയുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മുടെ രീതിശാസ്ത്രങ്ങളിൽ കാണാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ നമ്മൾ എതിരിടുന്നതിനെ നമ്മളൊരു പോയിന്റിൽ തളച്ചു നിർത്തും, അത് അവിടെ തന്നെ നിൽക്കുന്നു, നമ്മൾ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ ടൂൾസുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു രീതി എടുക്കും. അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദുത്വത്തിനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഹിന്ദുത്വം അല്ലെങ്കിൽ മനുവാദി ബ്രാഹ്മണിസത്തിൻ്റെ കാലത്ത് നിന്ന് ഹിന്ദുത്വത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ട് നടക്കുന്ന 1920കളിലാണ്. 1923 സവർക്കറുടെ ഹിന്ദുത്വ ടെക്സ്റ്റ് ഉണ്ടാവുന്നു. 25 അതിനെ അധികരിച്ചിട്ടുള്ള RSS എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഈ ദളിതരെയും പിന്നോക്കക്കാരെയൊക്കെ പുറത്ത് നിർത്തിയിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ അറിയാലോ 16 അടി 36 അടി എന്നൊക്കെ 64 അടി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് നിർത്തിയിരുന്ന ഒരു ബ്രാഹ്മണിസമായിട്ട് ഇതിനെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കുമ്പോൾ സവർക്കറുടെ പുസ്തകത്തിൽ 2ാമത്തെ ഖണ്ഡികയിലോ 3ാമത്തെ ഖണ്ഡികയിലോ തന്നെ പറയുന്ന മാതിരി ഹിന്ദുത്വ ഈസ് നോട്ട് ഹിന്ദുയിസം, ഇറ്റ് ഈസ് എ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ പുസ്തകം തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസം അല്ല അത്. ഹിന്ദുയിസം ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദിസ് ഹിന്ദുത്വ. ഹിന്ദുത്വ എന്ന് പറയുന്ന പേര് സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. ഹിന്ദുയിസം എന്ന് പറയുന്ന അല്ല ചന്ദ്രനാഥ് ബസു ഒക്കെ ഉപയോഗിച്ചതാണ് അത് എന്ന് പറയാമെങ്കിലും അതിന് ഇന്നത്തെ തരത്തിലുള്ള പരികൽപ്പന കൊടുക്കുന്നത് സവർക്കറാണെന്ന് പറയാം. അപ്പോൾ സവർക്കർ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ അത് ഇന്നലത്തെ മനുവാദമല്ല. ഇന്നലത്തെ മനുവാദം പറഞ്ഞു നിന്നാൽ അതിൻ്റെ ഉള്ളിൽ ആൾ കൂടില്ല. ഒരു ഡെമോക്രാറ്റിക് ലോകവ്യവസ്ഥ സംജാതമായാൽ ഈ ആളുകളുടെ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം വോട്ടിൻ്റെ പുറത്താണ് നിശ്ചയിക്കപ്പെടുന്നെങ്കിൽ നമ്പർ വലിയ പ്രശ്നമാണ്. അപ്പോൾ സവർക്കർക്ക് അത് മുൻകൂട്ടി കാണാനുള്ള ബുദ്ധി ഉണ്ടായതുകൊണ്ട് ഈ അവസാനത്തെ ആളെയും ഹിന്ദുമതത്തിൻ്റെ ഉള്ളിൽ പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പെടുത്താൻ പറ്റുന്ന അവസാനത്തെ ആളെയും ഈ ബ്രാഹ്മണിസത്തിൻ്റെ ആളാക്കി മാറ്റുക എന്നുള്ള തരത്തിലുള്ള പൊളിറ്റിക്സാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 24 സവർക്കർ പുറത്തിറങ്ങുന്നു, മാപ്പൊക്കെ ചോദിച്ച് ജയിലിൽ നിന്ന് പുറത്താക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ 2 കണ്ടീഷനാണ് സവർക്കർക്ക് മുന്നിൽ അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വയ്ക്കുന്നത്. ഒന്ന്, സജീവ രാഷ്ട്രീയം പാടില്ല, പൊളിറ്റിക്സ് പാടില്ല. 2, രത്നഗിരി ജില്ലയിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല, ജില്ലാ തടവിലാണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അദ്ദേഹം പുറത്തു വരുന്നത്. പക്ഷേ മറ്റൊരു പൊളിറ്റിക്സാണ്, ബ്രിട്ടീഷ് വിരുദ്ധ പൊളിറ്റിക്സ് പാടില്ല എന്നാണ് ബ്രിട്ടീഷുകാർ നോക്കുന്നത്. അത് അദ്ദേഹം പിന്നീട് ജീവിതത്തിൽ ഉടനീളം പാലിച്ചിട്ടുമുണ്ട്. ആ ബ്രിട്ടീഷ് വിരുദ്ധ ഒരു രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. മറിച്ച് മറ്റൊരു പൊളിറ്റിക്സ് അവിടെ തുടങ്ങി വയ്ക്കുന്നുണ്ട്. ഈ പൊളിറ്റിക്സിൻ്റെ പ്രത്യേകത നോക്കിയാൽ നമ്മളൊന്ന് കുഴങ്ങിപ്പോവും. കാരണം രത്നഗിരി ജില്ലയിൽ സവർക്കർ നടത്തുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ പന്തിഭോജനാണ്. എല്ലാവരെയും മഹറുകളെയും ഭാഗ്യകളെയും ചമറുകളെയും ഒക്കെ വിളിച്ചിരുത്തിയിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നവോത്ഥാനത്തിൽ പുരോഗമനകരമായി കണ്ടിരുന്ന അതേ കാര്യം തന്നെയാണ് രത്നഗിരി ജില്ലയിൽ ബ്രാഹ്മണിസത്തിന് വേണ്ടിയിട്ട്, ബ്രാഹ്മണിസത്തിൻ്റെ വികാസത്തിന് വേണ്ടി സവർക്കർ നടത്തുന്നത്. 2, നമ്മളെ വലിയ പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റും വഴി നടക്കാനുള്ള ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭമായിരുന്നു കേരളത്തിലെ നവോത്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം എന്ന് പറയുന്നത്. ഈ സംഗതി സവർക്കർ രത്നഗിരിയിൽ നടത്തുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി പതീത് പാവൻ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം തന്നെ ഉണ്ടാക്കിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും കിടക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഈ പറഞ്ഞ കാര്യം ഒരർത്ഥത്തിൽ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ സൂക്ഷ്മമായിട്ട് ഈ പ്രോസസ്സ് മനസ്സിലാക്കണം.
ഈ പ്രോസസ്സ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്ത്യയിൽ ഒരേ കാര്യം തന്നെ അങ്ങേയറ്റം റിയാക്ഷണറി ആയിട്ട് ഉപയോഗിക്കാം, അങ്ങേയറ്റം പ്രോഗ്രസീവായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഭക്തി എന്ന് പറയുന്ന ഒരു സാധനം അങ്ങേയറ്റം റിയാക്ഷണറി ആയിട്ട് ഉപയോഗിച്ചവരുണ്ട്, ഒരു പ്രത്യേക ഘട്ടത്തിൽ അതൊക്കെ വളരെ പ്രോഗ്രസീവായിട്ട് ഉപയോഗിച്ചവരുണ്ട്. ഇന്ത്യയിൽ ഈ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഈ ബഹുസ്വരത എന്ന് പറയുന്നത് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുമെങ്കിലും ഈ ബഹുസ്വര സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അപഗ്രഥിക്കാൻ നമുക്ക് ഇപ്പോൾ ഒരു യൂറോപ്യൻ ടെക്സ്റ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ രീതികളോ ഒക്കെ അങ്ങനെ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ യൂറോപ്പിൽ എത്ര ഒരു സംഭവം നടക്കുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് യൂറോപ്പിൽ പ്രോഗ്രസീവ് എന്നോ അല്ലെങ്കിൽ റിഗ്രസീവ് എന്നോ വിഭജിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടൂൾസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതങ്ങനെ എടുത്തിവിടെ കൊണ്ടുവന്നാൽ ഇതൊക്കെ പ്രോഗ്രസീവാണ് അല്ലേ? ബാങ്കികളെ ഒപ്പരുത്തി ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കുക, അതും ചിത്പാവൻ ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇപ്പോൾ നമ്പൂതിരി നവോത്ഥാനത്തിൽ വീട്ടിൽ പറഞ്ഞത് നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. നമ്പൂതിരി വേണ്ട, മനുഷ്യൻ മതി എന്ന് പറയുന്ന ഒരാശയമാണ്. ഇവിടെ നേരെ തിരിച്ചാണ് സവർക്കർ ചെയ്യുന്നത്. ഈ അവസാനത്തെ ആളെയും ബ്രാഹ്മണിസ്റ്റ് ആക്കുകയാണ്. അവസാനത്തെ ആളെയും ഈ ഭോജനം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പന്തി ഭോജനം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ചേർന്ന് ഹിന്ദുധർമ്മത്തിന് ജയ് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ മനു പറഞ്ഞ ഹിന്ദുധർമ്മത്തിന് എല്ലാവരെ കൊണ്ടും ജയ് വിളിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയാൽ എല്ലാവരെ കൊണ്ടും വേദം ചൊല്ലിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മഹറിന് ഈ വേദോക്ത ബന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു ബന്ദിയുണ്ട്, ഷാക്കിളുണ്ട്. പണ്ടത്തെ ബ്രാഹ്മണിസത്തിന്, യാഥാസ്ഥിതിക ബ്രാഹ്മണസത്തിൽ 7 ബന്ദികളുണ്ടായിരുന്നു. വ്യവസായ ബന്ദി, വേദോക്ത ബന്ദി, ബേട്ടി ബന്ദി, റൊട്ടി ബന്ദി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ വേദം കേൾക്കാൻ പാടില്ല, ഇതിന് ബ്രാഹ്മണർക്ക് പുറത്ത് വേദം കേൾക്കാൻ പാടില്ല, അതാണ് വേദോക്ത ബന്ദി. വ്യവസായ ബന്ദി എന്ന് പറഞ്ഞാൽ കുലത്തൊഴിലല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റാണ് ഹിന്ദുധർമ്മപ്രകാരം, അത് വ്യവസായ ബന്ദി. റൊട്ടി ബന്ദി എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം റൊട്ടി ഇടാൻ പറ്റില്ല, ഈ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ അത് റൊട്ടി ബന്ദി. ബേട്ടി ബന്ദി എന്ന് പറഞ്ഞാൽ മിശ്രവിവാഹം സാധ്യമല്ല, അത് ആണ് ബേട്ടി ബന്ദി. ശുദ്ധിബന്ധി ഉണ്ട്, വേറൊരാൾക്ക് ഹിന്ദു മതത്തിലേക്ക് മതം മാറാൻ പറ്റില്ല, കാരണം ഏത് ജാതിയിൽ ഇയാളെ പെടുത്തുന്നൊക്കെയുള്ള പ്രശ്നം കൊണ്ടാണ് അതില്ല. അതൊക്കെ സവർക്കർ ലംഘിക്കുന്നുണ്ട്, ശുദ്ധി പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുന്ന അങ്ങനെയാണ്. അപ്പോൾ ഈ ബന്ദികൾ പതുക്കെ എടുത്ത് കളയാണ്, പകരം ഈ ബ്രാഹ്മണിസത്തിൻ്റെ ഈ അതിര് വലുതാക്കുകയാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവരെ കൊണ്ടുവരികയാണ്. ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ കാലത്ത് സർജൻ ഗാഡ്കെ എന്ന് പറയുന്ന ഒരു മഹർ പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ അവസാനം അയാൾക്ക് പൂണൂലൊക്കെ ഇട്ട് കൊടുക്കും. പൂണൂലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വലിയ സാമൂഹ്യ ചലനാത്മകത കിട്ടിയ പോലെ തോന്നിയിട്ട് പുള്ളി പ്രസംഗിക്കും, ഈ ബ്രാഹ്മണർ ഹിന്ദുമതം വെടിഞ്ഞാൽ ഞാൻ വെടിയില്ല, ഞാൻ ഹിന്ദുധർമ്മത്തിന് വേണ്ടി നിലനിൽക്കും എന്ന് പറയുന്ന ഒരു ഹിന്ദു റേസിസം ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനമാണ് ഹിന്ദുത്വം നടത്തുന്നത്. കേരളത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം കേരളത്തിൽ ഹിന്ദുത്വത്തെ പരിപോഷിക്കാൻ വേണ്ടിയുള്ള ബ്രാഹ്മണന്മാരുടെ എണ്ണം വളരെ കുറവാണ്. ശരിക്കുള്ള യാഥാസ്ഥിതിക കണക്കെടുത്താൽ കേരളത്തിൽ ഈ ശൂദ്രരായ നായന്മാരും അതുപോലെ കേരളത്തിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ശൂദ്രരാളുള്ളൂ നായർ ജാതി എന്ന് പറഞ്ഞാൽ. മറ്റ് ഇപ്പം ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ ഈ ശൂദ്രർ എന്ന് പറഞ്ഞാൽ ഇവർ പുറത്ത് നിർത്തുന്ന ആൾക്കാരാണ്. ഈ ശൂദ്രരായ നായർ ജാതിയും പഞ്ചമരായ ഇതിന് പുറത്ത് കിടക്കുന്ന ഈഴവരും അതിനും പുറത്ത് കിടക്കുന്ന ദളിതരൊക്കെ കൂടിയാണ് സവർണതയെ കേരി ചെയ്യുന്നതെന്ന് ഓർക്കണം. അവരെയാണ് കേരിയേഴ്സ് ആക്കുന്നത് എന്ന് പറഞ്ഞാൽ സവർക്കർ അവിടെ ചെയ്ത പണിയാണ്. അവരെ കൊണ്ട് ഈ ബ്രാഹ്മണിസത്തെ ചോപ്പിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രവർത്തനമാണ് കേരളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ഈ സൈബർ സ്പേസിലും പുറത്തൊക്കെ നോക്കിയാൽ ആരാണ് ഹിന്ദുത്വത്തിൻ്റെ പോരാളികൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരാരും പഴയ യാഥാസ്ഥിതിക ബ്രാഹ്മണ്യത്തിൻ്റെ ശുദ്ധരക്തം പേറുന്ന ആൾക്കാരല്ല ബ്രാഹ്മണിസത്തിന് വേണ്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വയ്ക്ക് വേണ്ടി നിൽക്കുന്നത്. പലരും ഈ പറയുന്ന തരത്തിൽ ഒരു ഹിന്ദു റേസിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നതിൻ്റെ ആ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ വിജയമായിട്ട് നമ്മൾ കാണണം. നമ്മുടെ ഭരണകൂടം തന്നെ നോക്കിയാൽ അറിയാം, ആരാ നമ്മുടെ പ്രസിഡൻറ്റ്? ദ്രൗപദി മുർമു ആണ്, ആദിവാസി വനിതയാണ് അല്ലേ? പ്രധാനമന്ത്രി ആരാ? പിന്നോക്കക്കാരനാണ് മോഡി എന്ന് പറഞ്ഞാൽ അല്ലേ? ഇങ്ങനെ പ്രസിഡൻറ്റ് ആദിവാസിയും പിന്നോക്കക്കാരൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ളൊരു മന്ത്രിസഭയാണ് ഇന്ത്യയെ ഭരിക്കുന്നതെന്ന് പുറത്തെ ഏതെങ്കിലും രാജ്യത്ത്, ഇന്ത്യയെപ്പറ്റി ഒരു അറിവുമില്ലാത്ത രാജ്യത്ത് ചെന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ റെസ്പോൺസ് എന്തായിരിക്കും? എന്തൊരു പ്രോഗ്രസീവായിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് അല്ലേ? കേരളത്തിലെ ഗവർണർ ആറിലേക്കർ ആരാ? ദളിതനാണ്. ദളിത് സമുദായത്തിൽ
ജയിച്ച ആളാണ്. ഗോവയിൽ ദളിത് മണ്ഡലത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടാണ്. ഇത് നമ്മൾ ഹിന്ദുത്വത്തെ പറ്റി പറയുമ്പോൾ പലപ്പോഴും അതിനെ മനുവാദി ബ്രാഹ്മണീസായിട്ട് കണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ട തരത്തിൽ അത് വളരുന്നു. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഹിന്ദുത്വം. ഇത് ഡെമോക്രസിക്ക് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ശേഷം എങ്ങനെ പ്രവർത്തിച്ചു എന്നും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് ആദ്യത്തെ ഒരു ഇലക്ഷൻ അയോധ്യ പ്രശ്നം എങ്ങനെ ഉണ്ടായെന്ന് നോക്കാം. ഈ അയോധ്യ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടായത്? അയോധ്യ പ്രശ്നം 1885 തീർന്നതാണ്. അയോധ്യയെ ചൊല്ലി തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇടക്കാലത്ത് ഉണ്ടാക്കിയാണെന്നൊന്നും പറഞ്ഞത് ശരിയല്ല. അതിനെ ചൊല്ലി തർക്കങ്ങൾ നിലനിന്നിരുന്നു. ആ തർക്കങ്ങൾക്കൊക്കെ 1885 സമാപ്തിയായി. കോടതി വിധി വന്നത് ബാബറി മസ്ജിദാണ്, ഇത് ക്ഷേത്രമൊന്നുമല്ല എന്ന് പറയുന്ന വിധി വരുന്നുണ്ട്. അയോധ്യ ഈ ഉത്തരേന്ത്യയിലെ ഹിന്ദുവൈസേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വളരെ പണ്ട് തൊട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ക്ഷേത്രങ്ങളുടെ ചുറ്റിപ്പറ്റിയുള്ള പള്ളികളെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിന് 1885 ക്ലോസ്ഡ് ആയതാണ്. അന്ന് കോൺഗ്രസ് ഈ പ്രവിശ്യ മന്ത്രിസഭകളൊക്കെ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ കോൺഗ്രസിൻ്റെ ഉള്ളിലെ വലിയൊരു വിഭാഗമായിരുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, CSP എന്ന് പറയുന്ന പാർട്ടി. ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ ഉൾക്കൊള്ളുന്ന പാർട്ടി. ആ പാർട്ടി ഒരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇവർ വലിയ ക്വിറ്റ് ഇന്ത്യ സമരത്തിലൊക്കെ മുന്നിൽ നിന്നിരുന്നത് അവരാണ്. അരുണ ആസഫലിയൊക്കെ പോലെയുള്ള ആളുകളാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നിൽ നിന്നെന്ന് അറിയാം. 1932 മുതൽ അവരിങ്ങനെ പ്രവർത്തിച്ചു വരികയാണ്. 37 എലക്ഷൻ നടന്നു, പ്രവിശ്യ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറയുന്ന കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ലീഡറായിരുന്നു മുഖ്യമന്ത്രി ആവേണ്ടത്. കാരണം അവരാണ് നയിച്ചിരുന്നത്. അതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ലീഡറായത്. ഈ UP-യിൽ യുണൈറ്റഡ് പ്രൊവിൻസസ്, ഇന്നത്തെ ഉത്തർപ്രദേശല്ല, ഐക്യ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡൊക്കെ ഉൾപ്പെടുന്ന പ്രദേശം. പക്ഷേ അന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഒരു തീരുമാനം എടുത്തു, നമ്മളാരും അധികാര കസേരയിൽ ഇരിക്കില്ല. ലോഹ്യ പ്രഖ്യാപിച്ചു, നമുക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ജനപ്രതിനിധി എന്നതിലപ്പുറമുള്ള ഒരു അധികാരം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരൊക്കെ മാറിയിരുന്നു. ഇങ്ങനെ മാറി നിന്നപ്പോൾ ആചാര്യ നരേന്ദ്രദേവിന് പകരം ഗോവിന്ദ് വല്ലഭ് പന്ത് എന്ന് പറയുന്ന പട്ടേലിൻ്റെ അനുയായിയാണ് UP-യിൽ മുഖ്യമന്ത്രിയാവുന്നത്. 48 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ്. കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകുന്നു. ലോഹിയൊക്കെ പുറത്തു വരുന്നു, ജയപ്രകാശ് നാരായണനൊക്കെ പുറത്തു പോകുന്നു. പുതിയ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു, നമ്മുടെ ജനപ്രതിനിധികൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് ജയിച്ചിട്ടുള്ളത്, കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത സ്ഥാനങ്ങളൊക്കെ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും രാജിവെച്ച് രണ്ടാമത് ഇലക്ഷന് പോവാണ്. ആചാര്യ നരേന്ദ്രദേവ് അന്ന് ഫൈസാബാദിൽ, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ഇലക്ഷൻ നിൽക്കുകയാണ്. ഇലക്ഷൻ നിൽക്കുമ്പോൾ ആചാര്യ നരേന്ദ്രദേവ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടവറിങ് പേഴ്സണാലിറ്റിയാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയ പേഴ്സണാലിറ്റിയാണ്. ഇയാൾക്കെതിരെ GB പാന്ത് അന്ന് നിർത്തുന്നത്, അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിയായ ഗോവിന്ദ് വല്ലഭ് പാന്ത്, ബാബ രാഘവദാസ് എന്ന് പറയുന്ന അയോധ്യയിലെ ഒരു സന്യാസിയെ പിടിച്ച് കാൻഡിഡേറ്റ് ആക്കുക. സന്യാസി പിറ്റേ ദിവസം തൊട്ട് തുളസി ഇല കൊടുത്ത് വിതരണം ചെയ്യുന്നു, രാമചരിത മാനസത്തിൻ്റെ പ്രതികൾ കൊടുക്കുന്നു, ഇങ്ങനെ പ്രചരണം നടത്താണ്. മറ്റേ ഭാഗത്ത് പ്രചരണത്തിന് ആര്യ ലോഹ്യ വരുന്നു, ജയപ്രകാശ് നാരായണൻ വരുന്നു, അരുണ ആസഫലി വരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മുഴുവൻ ഫൈസാബാദിലെത്തുന്നു. എലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ ബാബ രാഘവദാസ് ജയിച്ചു. 5000 ചില്ലാൻ വോട്ട്, 4030 വോട്ടം കണ്ടാണ് ഈ പറയുന്ന ആചാര്യ നരേന്ദ്രദേവിന് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എലക്ഷനിൽ മതം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യമായി മനസ്സിലാക്കുന്നത് ഈ അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ 48 അന്ന് നെഹ്റു പ്രധാനമന്ത്രിയാണ്. നെഹ്റു കത്തെഴുതി. UP എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല, ഒരേ പാർട്ടിയാണെന്ന് ആലോചിക്കണം, GB പാന്തും നെഹ്റുവും. UP ഒരു വിദേശം പോലെ എനിക്ക് തോന്നുന്നു. ഇവർ ഈ പറയുന്ന വലിയ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന മനുഷ്യർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. എൻ്റെ കൂടി ജന്മസ്ഥലമാണ്, അലഹബാദിലാണല്ലോ. അദ്ദേഹം വളരെ വിവശനായിട്ട് അന്ന് കത്തെഴുതുന്നുണ്ട്. ഇത് നടക്കുന്നു. ഇതേപോലെ തന്നെ 48 ഗാന്ധിവാദത്തിന് ശേഷം RSS നിരോധിക്കപ്പെടുന്നു.
RSS നിരോധിച്ചിട്ട് RSS പുതിയ പാർട്ടി ഉണ്ടാക്കി, രാഷ്ട്രീയ പാർട്ടി ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുന്നു. ഈ ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി ഇലക്ഷൻ വെക്കുന്നു 51-ൽ എന്താ പറയുക തരിപ്പണമായിട്ട് മാറ്റപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവരും തോൽപ്പിച്ചു. ഗാന്ധിവാദമൊക്കെ മൂലം ഇവർ മാർജിനലൈസ് ചെയ്യുന്നു. ഇവർ തിരിച്ചു വരുന്നത് ആദ്യത്തെ സഖ്യം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് 58-ൽ നടക്കുമ്പോൾ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരെ സഹായിക്കുകയാണ്. ഇവരെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ സഖ്യം ഉണ്ടാക്കുന്നില്ല, തെരഞ്ഞെടുത്തതിന് ശേഷം അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ട് മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും പങ്കിടുകയാണ്. അംബേദ്കറുടെ പിൻഗാമികൾ റിപ്പബ്ലിക്കൻ പാർട്ടി പോലെയുള്ള പാർട്ടി വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം ശിവസേന പോലെയുള്ള ഒരു പാർട്ടിയായിട്ട് ചേർന്ന് ഭരിച്ചു. മായാവതി പോലെ ഒരർത്ഥത്തിൽ മനുവാദ ബ്രാഹ്മണിസത്തിന് എതിർത്ത് വന്നിട്ടുള്ള രാഷ്ട്രീയ കക്ഷി BJP ആയിട്ട് ചേർന്ന് ആ സ്റ്റേറ്റ് ഭരിച്ചു. ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഈ രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ പറയുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാനന്തര ഇന്ത്യയിൽ ഹിന്ദുത്വത്തെ സഹായിക്കുന്നതിൽ അറിഞ്ഞോ അറിയാതെ ഇതെല്ലാം വളരെ കരുതി കൂട്ടി ഇവരെ വളർത്തണമെന്നൊന്നും ആശിച്ചിട്ടല്ല. പക്ഷെ തൊട്ടു മുമ്പിൽ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ അവർക്ക് വലിയ സഹായം പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. എതിരെ നിൽക്കുന്ന കക്ഷികളിൽ നിന്ന് പോലും വാങ്ങിയെടുക്കുന്ന തരത്തിലൊരു വഴക്കം അവർക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേടാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സവർക്കർ അവസാനം പറഞ്ഞ ഒരു വലിയ മുദ്രാവാക്യമുണ്ട്, ഹിന്ദുവൈസ് ഓൾ പൊളിറ്റിക്സ് ആൻഡ് മിലിറ്ററൈസ് ഹിന്ദുഡം എന്ന് പറയുന്നത്. എല്ലാ രാഷ്ട്രീയവും ഹൈന്ദവവൽക്കരിക്കുക. നിങ്ങൾ ഇപ്പോൾ പേപ്പർ എടുത്ത് നോക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ പുറത്തെ പത്രം എടുത്തു നോക്കിയ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ രാഷ്ട്രീയമായി മാറി. ഹിന്ദുത്വവൽക്കരിക്കപ്പെട്ട പ്ലേയേഴ്സ് മാറും. പ്ലേയേഴ്സ് കോൺഗ്രസ് ആവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മറ്റവരൊക്കെ ആവും. പക്ഷേ ആക്ച്വലി ഫൈനലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും മറ്റ് പാർട്ടികളായാലും മൊത്തത്തിൽ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുവൈസ് ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി ആണ് ഇവിടെ സംഭവിച്ചു. സൂക്ഷ്മ രാഷ്ട്രീയം അതാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ സംഭവങ്ങളും ഈ ഹിന്ദുവൈസേഷനിലേക്ക് കൊണ്ടുപോവാണ്. അതിനെ മിലിറ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സവർക്കറുടെ സ്വപ്നം, അതിനെ സൈനികവൽക്കരിച്ച് കഴിഞ്ഞാൽ ബലില്ല സ്കൂളൊക്കെ ചെയ്ത പോലെ, മുസോളിനിയൊക്കെ ചെയ്ത പോലെ ഈ അഗ്നിവീർ എന്ന് പറഞ്ഞ പദ്ധതി തന്നെ അതാണ്. 5 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ സൈനികരെ എടുക്കുന്നു വിടുന്നു, സൈനികരെ എടുക്കുന്നു, ഇവരെവിടെ പോകുന്നു എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഒരു സന്ദർഭം വരുമ്പോൾ ഈ ഡെമോക്രസിയിൽ എവിടെയെങ്കിലും വഴിമുട്ടിക്കഴിഞ്ഞാൽ, ഇലക്ഷൻ പൊളിറ്റിക്സിൽ വഴിമുട്ടിക്കഴിഞ്ഞാൽ ഒരു കൈ കൊട്ടിയാൽ ഈ സൈനികർ മുഴുവൻ കൂടെ വരും. അപ്പോൾ ആ പ്രവർത്തനത്തിൽ അവരുടെ ഐഡിയോളജിക്കൽ വർക്കിൽ 100 കൊല്ലമായിട്ടും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർ ചരിത്രത്തെ ദുരുപയോഗം ചെയ്ത് നമ്മുടെ മുന്നിൽ എങ്ങനെ വളർന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. എൻ്റെ പ്രിയ സുഹൃത്ത് സജീവനെ ഇങ്ങനെ ഒരു സംവാദവേളയിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ നന്ദി പറയുന്നു. നന്ദി.